നിശ്ചിത തീയതിക്കകം ആ കോളേജിൽ റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ നിങ്ങളെ ഫ്രീ എക്സിറ്റ് ആയിട്ട് കണക്കാക്കും. നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുന്നില്ല, നിങ്ങളുടെ രണ്ടാം ഘട്ടത്തിൽ നിങ്ങൾ പങ്കെടുക്കാനുള്ള അർഹത നഷ്ടപ്പെടുന്നില്ല, പക്ഷേ നിങ്ങളുടെ കിട്ടിയ സീറ്റ് നഷ്ടപ്പെട്ടു. കോളേജിൽ പോയി ചേർന്നവരുണ്ട്, അലോട്ട്മെൻറ്റ് വന്നിട്ട് എടുക്കാത്തവരുണ്ട്, ഒരു അലോട്ട്മെൻറ്റ് കിട്ടാത്തവരുണ്ട്. ഈ 3 കൂട്ടരും മൂന്നാം ഘട്ടത്തിനെ സമീപിക്കേണ്ടത് പുതിയതായിട്ടാണ്. നമ്മൾ ആദ്യം മുതൽ ഓപ്ഷനുകളൊക്കെ സമർപ്പിക്കണം. എല്ലാവരും പുതിയതായിട്ട് ഓപ്ഷനുകൾ സമർപ്പിക്കണം. ഇനി മറ്റൊരു അഡ്മിഷൻ ഓൾ ഇന്ത്യ വഴി കിട്ടിയാൽ നിങ്ങൾക്ക് ആദ്യ റൗണ്ടിൽ കിട്ടിയത് നഷ്ടപ്പെടും. നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷനേക്കാളും നല്ല ഓപ്ഷനുകൾ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നത് മാത്രമേ നിങ്ങളുടെ ഓപ്ഷനിൽ MBBS ആണെങ്കിലും BDS ആണെങ്കിലും ഉണ്ടാകാവുള്ളൂ. ഇല്ല, അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും. പലരും പറഞ്ഞിട്ടുണ്ട്, ഇനി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് പോകാത്തവർ, അവരുടെ റിസ്ക് ആണല്ലോ കൂടുതൽ. ഒരു സീറ്റ് കിട്ടിയിട്ട് കളഞ്ഞവരാ. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിന്റെ 109ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. ശിവൻ സാർ, നമ്മുടെ അലോട്ട്മെന്റ് പ്രോസസ്സുകളുടെ ആദ്യഘട്ടം അല്ലെ ഓൾ ഇന്ത്യ ലെവലിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സാറോട് ഞാൻ ആദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ബെർലിനിൽ തന്നെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് വിദ്യാർത്ഥികൾ അടുത്ത അലോട്ട്മെന്റിനൊക്കെ ആയിട്ട് കാത്തിരിക്കുകയും കൂടെ ചെയ്യണം. അപ്പോൾ കിട്ടിയവർക്കും കിട്ടാത്തവർക്കുമായി സാറിന് പറയാനുള്ള അലോട്ട്മെന്റ് പ്രോസസ്സുകളെ കുറിച്ചൊന്ന് പറയാം. നീറ്റ് 2024 ഓൾ ഇന്ത്യ റാങ്കിനനുസരിച്ച് MBBS, BDS, BSc നഴ്സിംഗ്, അത് ഗവൺമെൻറ് മേഖല, എയിംസ്, ESI, ജിപ്മർ, അതുപോലെ AFMC, ഡീംഡ് മേഖലകൾ. ഡീംഡ് മേഖല എന്ന് പറഞ്ഞാൽ വളരെ ഉയർന്ന ഫീസുള്ള മെഡിക്കൽ കോളേജുകൾ. ഇവിടെയൊക്കെയുള്ള ആദ്യഘട്ട അലോട്ട്മെൻറ്റാണ് MCCയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. ഇതനുസരിച്ചാണ് നമ്മൾ അടുത്ത 29-ാം തീയതി അല്ലെങ്കിൽ 30-ാം തീയതിക്കുള്ളിൽ നമ്മൾ അഡ്മിഷനുകൾ പൂർത്തീകരിക്കേണ്ടത്. അപ്പം ഈ അലോട്ട്മെൻറ്റിൽ ഒരു സീറ്റ് കിട്ടിയിട്ടുള്ളവർ, അതിപ്പം ആദ്യത്തെ ഘട്ടത്തിൽ നമുക്ക് AFMC നോക്കാം. AFMCയുടെ ഷോർട്ട് ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ട്. 27-ാം തീയതി മുതൽ രാവിലെ 7 മണിക്ക് അല്ലെങ്കിൽ 8 മണി മുതൽ അവരുടെ കൗൺസിലിംഗ് ആരംഭിക്കുകയാണ്. നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, ഇംഗ്ലീഷ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇൻ്റർവ്യൂ, സൈക്കോളജിക്കൽ അനലിസിസ് ടെസ്റ്റ്, അതുപോലെ മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് 2 ദിവസമായിട്ടായിരിക്കും. ഈ 2 ദിവസങ്ങളിൽ 27-ാം തീയതി മുതൽ ഓരോ ദിവസമായിട്ടാണ് അവരുടെ റോൾ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ AFMCയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഷോർട്ട് ലിസ്റ്റ് അനുസരിച്ച് അവർ രാവിലെ 7 മണിക്ക് തന്നെ പൂനെയിലെത്തുകയും ആദ്യത്തെ ദിവസം 12 മണിക്കൂർ ഫാസ്റ്റിങ്ങോടുകൂടി, വെള്ളം മാത്രമേ അനുവദിക്കുകയുള്ളൂ, 12 മണിക്കൂർ ഫാസ്റ്റിങ്ങോടുകൂടി വേണം കാൻഡിഡേറ്റ് എത്താനായിട്ട്. ആദ്യം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ടോളർ നടത്തുന്നു. സൈക്കോളജിക്കൽ ടെസ്റ്റ് PAT നടത്തുന്നു. പിന്നെ പിറ്റേ ദിവസം 8.5 മണിക്കൂർ ഡയറ്റ് ഫാസ്റ്റിങ്ങോടുകൂടിയാണ് അവർ പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അന്ന് മെഡിക്കൽ ഫിറ്റ്നസ്, ഇൻ്റർവ്യൂ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്ത് ഫൈനൽ ലിസ്റ്റ് പതുക്കെ വരികയുള്ളൂ. ഏതാണ്ട് സെപ്റ്റംബർ 10, 12 തീയതികളിലൊക്കെ പ്രസിദ്ധീകരിക്കുകയുള്ളൂ. പക്ഷേ 1-ാം തീയതി 2-ാം തീയതി വരെയൊക്കെ ഈ ഷെഡ്യൂളുകളനുസരിച്ച് അവർ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പം AFMCയിൽ പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഇതനുസരിച്ച് യാത്രയ്ക്കുള്ള കാര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. AFMCയുടെ വെബ്സൈറ്റിൽ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുപോകണമെന്നുള്ള ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അതനുസരിച്ച് ഒറിജിനലുകൾ, ഒരു സെറ്റ് കോപ്പികൾ, അങ്ങനെയുള്ളതെല്ലാം കരുതി വെക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മളിനിയിപ്പം ഓൾ ഇന്ത്യ കോട്ടയിൽ അവർക്കൊരു പ്രവേശനവും കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് മേഖലയിൽ അവർക്കൊരു പ്രവേശനവും സീറ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് AFMCക്കാർ എന്ത് ചെയ്തു, ഇവിടെ ചേരേണ്ട ലാസ്റ്റ് ഡേറ്റ് 29 അല്ലെങ്കിൽ 30-ാം തീയതി ഇവിടെ തീരും. 29-ാം തീയതിയാണ് ഇപ്പോഴത്തെ അനുസരിച്ച്, ചിലപ്പോൾ ഒരു ദിവസം കൂടെ നീട്ടി കൊടുക്കുമായിരിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൽ നിന്നും ഒരു ദിവസം താമസിച്ചാണ് അവർ ഫൈനൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഷെഡ്യൂളിൽ മാറ്റം വരാം. അത് പിന്നെ വെബ്സൈറ്റ് നോക്കി മനസ്സിലാക്കുക. അപ്പോൾ AFMCയിൽ പോകേണ്ടവർ, നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റുകളിലാണ് 30, 31, 1 തീയതികളിലാണ് AFMC പൂനെയിൽ എത്തേണ്ടതെങ്കിൽ ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ നിങ്ങൾക്ക് ലഭിച്ച് ഓൾ ഇന്ത്യ കോട്ടയിൽ കിട്ടിയ MBBS സീറ്റ് നിങ്ങൾക്ക് തൃപ്തികരമാണെങ്കിൽ നേരെ പോയി കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുന്നു. എന്നിട്ട് ആ പ്രിൻസിപ്പളിൻ്റെ കയ്യിൽ നിന്നും എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു അറ്റസ്റ്റ് ചെയ്ത ഒരു കോപ്പി മേടിക്കുകയാണെങ്കിൽ അത് AFMCയിൽ കൊടുത്താൽ മതിയാകും. ഒറിജിനലെല്ലാം കൊണ്ടുപോകണമെന്നില്ല. എന്നിട്ട് ബാക്കി ഒരു സെറ്റ് കോപ്പിയും നിങ്ങൾ കൊണ്ടുപോയി നിങ്ങൾക്ക് AFMCയിൽ അറ്റൻഡ് ചെയ്യുക. അതല്ല, ഓൾ ഇന്ത്യ കോട്ടയിൽ നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്നില്ല, AFMCയിൽ പോയിട്ട് തിരികെ വന്നിട്ട്, ഇപ്പോൾ 27-ാം തീയതി 28-ാം തീയതി അറ്റൻഡ് ചെയ്യുന്നവർക്ക് തിരികെ വന്നിട്ട് എടുക്കാം. തിരിച്ച് വന്നിട്ട് ഓൾ ഇന്ത്യ കോട്ടയുടെ അഡ്മിഷൻ വേണേൽ എടുക്കാം. ഒറിജിനലെല്ലാം തിരിച്ചു തരും AFMCക്കാർ. ഇനി അതല്ല, ഓൾ ഇന്ത്യ കോട്ടയുടെ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കോളേജാണ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ AFMC മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. അത് നിങ്ങളുടെ MBBS പ്രവേശനത്തിന് തടസ്സപ്പെടുത്തുകയില്ല.
ഇപ്പോൾ AFMC കിട്ടേണ്ടവർ ആ രീതിയിൽ നിങ്ങളുടെ യാത്ര ക്രമീകരിക്കുക. ഓൾ ഇന്ത്യ കോട്ട എടുക്കണോ വേണ്ടയോ എന്നുള്ളതിന് തീരുമാനിച്ചിട്ട് പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ തിരിച്ചു വന്നിട്ടോ എടുക്കുക. എടുത്തിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ എടുത്ത കോളേജിൽ നിന്ന് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തരില്ലാത്തത് കൊണ്ട് ആ പ്രിൻസിപ്പളിൻ്റെ നിന്നും ഇന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ അവിടെ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു അറ്റസ്റ്റ് ചെയ്ത കോപ്പി മേടിച്ചുകൊണ്ട് പോയാൽ മാത്രം മതിയാകും. ഇനി AFMC അല്ലാതെ ഓൾ ഇന്ത്യ കോട്ടയുടെ ലിസ്റ്റിൽ പേരുള്ള വിദ്യാർത്ഥികൾ, നമുക്കറിയാം എയിംസ് ഡൽഹി അടക്കമുള്ള എയിംസ് ഡൽഹി തവണ 6 കുട്ടികളാണ് നമുക്ക് ബ്രില്യൻറ്റിൽ നിന്നുള്ള പ്രവേശനം ഇതുവരെ കിട്ടിയിരിക്കുന്നത്. ഇനിയും അലോട്ട്മെൻറ്റ് നടക്കാനുണ്ട്, 2-3 ഘട്ടം. അതുപോലെ എയിംസിൻ്റെ ബാക്കിയുള്ള സ്ഥാപനങ്ങളിൽ 20ഓളം എയിംസിൽ, ബാക്കിയുള്ള 19 എയിംസിലായിട്ട് ഏതാണ്ട് 130ഓളം കുട്ടികളാണ് പ്രവേശന സാധ്യതകളുള്ളത്. ജിപ്മറിലായിട്ട് 36 കുട്ടികൾക്ക് പ്രവേശനം കിട്ടിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ കോട്ടയുടെ ആകെയുള്ള ഈ 19,000 വരെ വന്നപ്പോൾ തന്നെ 1500 കുട്ടികൾക്കാണ് ഇത്തവണ ബ്രില്യൻറ്റിലുള്ള കുട്ടികൾ ആ ലിസ്റ്റിൽ പേരിൽ നിർത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ തന്നെ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇത്രയധികം ഒരു പ്രവേശനം, അതെനിക്ക് തോന്നുന്നു വളരെ ഒരു വലിയ വിജയം തന്നെയാണ്. 1500 കുട്ടികൾ ആ ലിസ്റ്റിൽ പ്രവേശനം നേടിയിട്ടുണ്ട്. ഒന്നാമത്തെ ലിസ്റ്റിൽ തന്നെ 1500 പേര് ലിസ്റ്റിൽ പ്രവേശനം നേടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അവരുടെ ആദ്യം കിട്ടിയ ഈ ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻറ്റിൽ അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ 29, ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് 29-ാം തീയതിയാണ്. ആ 29-ാം തീയതിക്കുള്ളിൽ ആ കോളേജിൽ നേരിട്ട് ചെല്ലുകയും എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അവർ സമർപ്പിച്ച് മെഡിക്കൽ ഫിറ്റ്നസ് അവിടെ തന്നെ നോക്കി ഫീസ് ആ കോളേജിൻ്റെ കൗണ്ടറിൽ തന്നെ അടച്ച് അഡ്മിഷൻ ഉറപ്പാക്കാം. അപ്പം നീറ്റിനനുസരിച്ച് അവരുടെ ഏറ്റവും ആഗ്രഹിച്ചുള്ള ഒരു കോളേജിൽ പ്രവേശനമായി. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആകാം, BDS MBBS ആകാം, BDS ആകാം, ESI വഴി MBBS ആകാം, BDS ആകാം, BSc നേഴ്സിംഗ് ആകാം, എയിംസ് MBBS ആകാം, ജിപ്മർ MBBS ആകാം, അതുപോലെ തന്നെ ഡീംഡ് മെഡിക്കൽ കോളേജിലെ MBBSോ BDSോ ഇതിലേതുമാകാം. 29-ാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് അതാത് കോളേജുകളിൽ ചെന്ന് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത് അഡ്മിഷൻ ഉറപ്പാക്കാം. അപ്പോൾ ആ സീറ്റ് ഉറപ്പായി. ഇനി നിങ്ങൾക്ക് ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ അടുത്ത ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയാൽ മാത്രമേ ഇത് റദ്ദാവുകയുള്ളൂ. ഒരു അഡ്മിഷൻ നമ്മൾ ഓൾ ഇന്ത്യ പോയി എടുത്ത് ഉറപ്പായി. ഇനി നിങ്ങൾക്ക് ആ സീറ്റ് നഷ്ടപ്പെടണമെങ്കിൽ ഓൾ ഇന്ത്യയുടെ തന്നെ 2ാം ഘട്ടത്തിലോ 3ാം ഘട്ടത്തിലോ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയാൽ മാത്രമേ ഈ കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുകയുള്ളൂ. അപ്പോൾ ഇത് ഉറപ്പായി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ നേരത്തെ അവസാനം ഫൈനൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ആ പ്രിൻസിപ്പൾ പ്രിൻറ്റ് ചെയ്ത നേരത്തെ ചോദിക്കും വില്ലിങ്നെസ്. ഇനി നിങ്ങളെ തുടർന്നുള്ള ഓൾ ഇന്ത്യയുടെ 2ാം ഘട്ടത്തിലും 3ാം ഘട്ടത്തിലും പരിഗണിക്കണോ? യെസ്, വില്ലിങ്നെസ് എല്ലാവരും യെസ് പറയുക. പോകുന്നുണ്ടെങ്കിലും പോകുന്നില്ലെങ്കിലും ഓപ്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വില്ലിങ്നെസ് പറയാം, യെസ് പറയാം. യെസ് പറയുന്നു, എന്നിട്ട് നമ്മൾ തിരികെ പോരുന്നു. അത് കഴിയുമ്പോഴാണല്ലോ നിങ്ങൾക്ക് കേരള അലോട്ട്മെൻറ്റിൻ്റെ സാധ്യതകളൊക്കെ നോക്കുന്നത്. അപ്പോൾ കേരളത്തിലോട്ട് തിരികെ വരാനുള്ള സാഹചര്യമുണ്ട്, ഓൾ ഇന്ത്യയുടെ തന്നെ സെക്കൻഡിലോട്ട് പോകാനുള്ള സാഹചര്യമുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വിലയിരുത്താം. അതാണ് അഡ്മിഷൻ എടുക്കേണ്ട രീതി. ഇനി കുറേയധികം പേർക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് ഇപ്പോൾ കിട്ടിയ കോളേജ് ഇപ്പോൾ ആന്ധ്രയാകാം, തെലുങ്കാനയാകാം, വളരെ ദൂരത്തിലുള്ളതൊക്കെ ആയിരിക്കാം. ഈ ഘട്ടത്തിൽ അഡ്മിഷൻ എടുക്കുന്നില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫ്രീ എക്സിറ്റ്. അതിന് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യണ്ട. വെബ്സൈറ്റിൽ കയറി എന്തെങ്കിലും നമ്മൾ ഫ്രീ എക്സിറ്റ് എന്ന് പറയുകയോ ആ കോളേജ് അധികാരികളെ വിളിച്ചിട്ട് നമ്മൾ വരുന്നില്ല എന്ന് പറയുകയോ ഇമെയിൽ അയക്കുകയോ ഒന്നും ചെയ്യണ്ട. നിശ്ചിത തീയതിക്കകം 29-ാം തീയതി വൈകുന്നേരത്തിനകം ആ കോളേജിൽ റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ നിങ്ങളെ ഫ്രീ എക്സിറ്റ് ആയിട്ട് കണക്കാക്കും. നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുന്നില്ല, നിങ്ങളുടെ 2ാം ഘട്ടത്തിൽ നിങ്ങൾ പങ്കെടുക്കാനുള്ള അർഹത നഷ്ടപ്പെടുന്നില്ല. പക്ഷേ നിങ്ങളുടെ കിട്ടിയ സീറ്റ് നഷ്ടപ്പെട്ടു. 1ാം ഘട്ടത്തിൽ കിട്ടിയ സീറ്റ് നഷ്ടപ്പെട്ടു. 2ാം ഘട്ടത്തിൽ നിങ്ങൾക്ക് കോളേജ് കിട്ടിയാൽ അങ്ങോട്ട് മാറാം, അല്ലെ കേരളത്തിൽ അഡ്മിഷൻ കിട്ടിയാൽ അതെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് 1ാം ഘട്ടത്തിനെ വേണമെങ്കിൽ ആ രീതിയിൽ നോക്കാം, ഫ്രീ എക്സിറ്റ്. ഇനി ഈ നമ്മുടെ 1ാം ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു സീറ്റും കിട്ടിയില്ല, അപ്പോൾ 3ാമത് അങ്ങനെയും ഒരു വിഭാഗം ഉണ്ടല്ലോ. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു സീറ്റ് പ്രതീക്ഷിച്ചാണ് എല്ലാവരും ഓപ്ഷൻ കൊടുത്തത്. നിങ്ങളും ഇപ്പോൾ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഇനി 2ാം ഘട്ടം സെപ്റ്റംബർ 5-ാം തീയതി തുടങ്ങുമ്പോൾ മാത്രമാണ് പുതിയതായിട്ട് എല്ലാവരും ആ സൈറ്റിൽ പ്രവേശിക്കുകയും ഓപ്ഷനുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. അപ്പം കിട്ടി, അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ കിട്ടി, പോയി ചേരുന്നവരാണ് ഇപ്പോൾ ഒരു ആക്ഷനായിട്ട് എടുത്ത് 29-ാം തീയതിക്കുള്ളിൽ അഡ്മിഷൻ എടുക്കുന്നത്. പോകാത്തവരും ഒരലോട്ട്മെൻറ്റ് കിട്ടാത്തവരും ഈ ഘട്ടത്തിൽ ഓൾ ഇന്ത്യയുടെ വെബ്സൈറ്റ് വഴി ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. സർ, അതുപോലെ സെപ്റ്റംബർ 5 എന്ന് പറയുന്നത് ഓൾ ഇന്ത്യയുടെ 2ാം ഘട്ടം. അതെ, അതൊരു നിർണായക ദിവസം തന്നെയാണ്. അപ്പോൾ സെപ്റ്റംബർ 5 മുതൽ 10 വരെയാണ് ഓൾ ഇന്ത്യയുടെ 2ാം ഘട്ടത്തിൽ ഓപ്ഷൻ സമർപ്പിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ സാർ പറഞ്ഞ പോലെ 3 തരത്തിലുള്ള ആളുകളുണ്ട്, കിട്ടിയവരുണ്ട്, കിട്ടാത്തവരുണ്ട്, ഇനി കിട്ടേണ്ടവരുണ്ട്. അപ്പോൾ ഇവർ 3 പേരും സെപ്റ്റംബർ 5-ലെ അലോട്ട്മെൻറ്റിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? തീർച്ചയായിട്ടും. കാരണം നമുക്കിപ്പം അഡ്മിഷൻ വന്നിട്ട് കോളേജിൽ പോയി ചേർന്നവരുണ്ട്, അലോട്ട്മെൻറ്റ് വന്നിട്ട് എടുക്കാത്തവരുണ്ട്, ഒരു അലോട്ട്മെൻറ്റ് കിട്ടാത്തവരുണ്ട്. ഈ 3 കൂട്ടരും
പുതിയതായിട്ടാണ് സെപ്റ്റംബർ 5-ാം തീയതി ആ വെബ്സൈറ്റിനെ സമീപിക്കേണ്ടത്. നിലവിൽ അവർക്ക് കിട്ടിയ സീറ്റ് അവിടെ തന്നെ ഉണ്ട്. ഏത് അഡ്മിഷൻ എടുത്തവർക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ ആ സീറ്റ് നിലവിൽ അവിടെ ഉണ്ട്. അലോട്ട്മെൻറ്റ് വന്നിട്ട് അഡ്മിഷൻ എടുക്കാത്തവരുടെ സീറ്റ് പോയി, ഒന്നും കിട്ടാത്തവർക്ക് സീറ്റില്ല. അപ്പം നിങ്ങൾ 3 പേരും 3-ാം ഘട്ടത്തിനെ സമീപിക്കേണ്ടത് പുതിയതായിട്ടാണ്. നമ്മൾ ആദ്യം മുതൽ ഓപ്ഷനുകളൊക്കെ സമർപ്പിക്കണം. എല്ലാവരും പുതിയതായിട്ട് ഓപ്ഷനുകൾ സമർപ്പിക്കണം. അപ്പോൾ അഡ്മിഷൻ കിട്ടിയവരാണെങ്കിൽ എന്താ ചെയ്യേണ്ടേ? ആ കിട്ടിയ കോളേജിനേക്കാളും നല്ലത് മാത്രമേ ദയവായിട്ട് ഇനി കൊടുക്കാവുള്ളൂ. ഇനി മറ്റൊരു അഡ്മിഷൻ ഓൾ ഇന്ത്യ വഴി കിട്ടിയാൽ നിങ്ങൾക്ക് ആദ്യ റൗണ്ടിൽ കിട്ടിയത് നഷ്ടപ്പെടും. അതുകൊണ്ട് ഓൾ ഇന്ത്യ തലത്തിൽ നിങ്ങൾക്കൊരു അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും നല്ല ഓപ്ഷനുകൾ മാത്രമേ ഓൾ ഇന്ത്യയുടെ 2-ാമത്തെ റൗണ്ടിൽ കൊടുക്കാവുള്ളൂ. BDS ഇപ്പോൾ കുറച്ച് പേര് പറഞ്ഞു ഞങ്ങൾ അറിയാതെ 100 ഓപ്ഷൻ കൊടുത്തപ്പോൾ കുറേ എണ്ണം BDS ആയിപ്പോയി, അതുകൊണ്ട് കിട്ടേണ്ടിയിരുന്ന MBBS കിട്ടാതെ പോയി. അപ്പോൾ 2-ാം ഘട്ടത്തിൽ ഒരു കാരണവശാലും അങ്ങനെ വരരുത്. നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷനേക്കാളും നല്ല ഓപ്ഷനുകൾ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നത് മാത്രമേ നിങ്ങളുടെ ഓപ്ഷനിൽ MBBS ആണെങ്കിലും BDS ആണെങ്കിലും ഉണ്ടാകാവുള്ളൂ. ഇല്ല, അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും. പലരും പറഞ്ഞിട്ടുണ്ട്, ഈ 1-ാം ഘട്ടത്തിൽ കിട്ടിയ കോളേജിനേക്കാൾ ഒരു കോളേജ് കിട്ടിപ്പോയി അഡ്മിഷൻ എടുത്തതാണ്, പക്ഷേ 2-ാം ഘട്ടത്തിൽ ഇവർ എന്ത് ചെയ്യും? വീണ്ടും ഇതുപോലെ ധാരാളം ഓപ്ഷനുകൾ വെക്കും. അപ്പോൾ ചിലപ്പോൾ ഇതിനേക്കാളും ദൂരെയുള്ള സ്ഥലത്തും ചെന്നുവിടാൻ പറ്റാത്തടത്തായിരിക്കാം, കോഴ്സ് വേറെ ആയിരിക്കാം. ആദ്യം കിട്ടിയത് മതി എന്ന് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല, അത് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ആദ്യം കിട്ടിയതിനേക്കാളും നല്ലത് മാത്രമേ ദയവായിട്ട് 2-ാമത്തിൽ ഓപ്ഷൻ വെക്കാവുള്ളൂ. ഇനി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് പോകാത്തവർ, അവരുടെ റിസ്ക് ആണല്ലോ കൂടുതൽ. ഒരു സീറ്റ് കിട്ടിയിട്ട് കളഞ്ഞവരാ. നിങ്ങൾ 2-ാം ഘട്ടത്തിൽ മാക്സിമം ഓപ്ഷൻ വെച്ചേക്കണം. കാരണം സെപ്റ്റംബർ 13-ാം തീയതി 2-ാം ഘട്ടം പബ്ലിഷ് ചെയ്യുമ്പോൾ ഏറ്റവും നിർണായകമായ ദിവസമാണ്. നമുക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടാനുള്ള 90% സാധ്യതകളും ഈ സെപ്റ്റംബർ 13-ന് മനസ്സിലാകും. കാര്യം പറഞ്ഞാൽ പിന്നെ 2 അലോട്ട്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ പോലും 90% സീറ്റുകളും 2-ാം ഘട്ടം കൊണ്ട് ഓൾ ഇന്ത്യ തലത്തിൽ ഫില്ലാകും. ആദ്യത്തെ റൗണ്ടിൽ സീറ്റ് കിട്ടിയിട്ട് എടുക്കാത്തവർ നിങ്ങൾ അപ്പോൾ പലരും എന്ത് വിചാരിക്കും? ആദ്യത്തെ റൗണ്ടിൽ എനിക്ക് ഇന്ന കോളേജ് കിട്ടിയതാണ്, അപ്പം ഞാൻ ഇനി അതിനേക്കാളും നല്ലത് മാത്രം വെച്ചാൽ മതി. എനിക്ക് ഇന്ന സീറ്റ് കിട്ടിയതല്ലേ, ഓൾത്തെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ കിട്ടി, അപ്പം ഇന്നത് മാത്രം വെച്ചാൽ മതി. അങ്ങനെയല്ല, നിങ്ങൾക്ക് ആ സീറ്റ് പോലും ചിലപ്പോൾ കിട്ടാതെ പോയേക്കാം. അതുകൊണ്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ പോകാത്തവർ ആദ്യത്തെ റൗണ്ടിൽ ചെയ്തതുപോലെ മാക്സിമം ഓപ്ഷൻ ദയവായിട്ട് 2-ാമത്തെ റൗണ്ടിൽ കൊടുക്കണം. മാക്സിമം ഓപ്ഷൻ കൊടുക്കണം. അതുകൊണ്ട് യാതൊരു, പക്ഷേ പോകാവുന്നത് ഒരു കാരണവശാലും പോകുന്നില്ല. ആന്ധ്രയിൽ പോകുന്നില്ല, തെലങ്കാനയിൽ പോകുന്നില്ല, നാഗാലാൻഡിൽ പോകുന്നില്ല, ആൻഡമാനിൽ പോകുന്നില്ല, വേണ്ട, വെക്കണ്ട. കാരണം നമ്മൾ ഇനി കിട്ടിയിട്ട് പോയില്ലെങ്കിൽ നമ്മുടെ പൈസ നഷ്ടപ്പെടും. അതുകൊണ്ട് പോകാവുന്ന മാക്സിമം ഓപ്ഷൻ 2-ാം ഘട്ടത്തിൽ കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഒന്നും കിട്ടാത്തവർ, 3-ാമത്തെ കാറ്റഗറി, ഒരു സീറ്റും കിട്ടിയില്ല, നിങ്ങളും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്ന 379 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ, ESI മെഡിക്കൽ കോളേജുകൾ, എയിംസുകൾ, ജിപ്മറുകൾ, മാക്സിമം ഓപ്ഷൻ നിങ്ങളും സമർപ്പിക്കണം. കാരണം 2-ാം ഘട്ടത്തിൽ 90% സീറ്റുകളും ഫില്ലാകും. ഒറ്റ കാര്യം ഓർക്കുക, പോകുന്നില്ലെങ്കിൽ വെക്കണ്ട. കാരണം അലോട്ട്മെൻറ്റ് വന്നിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ 3-ാം ഘട്ടത്തിൽ നിങ്ങൾക്ക് വീണ്ടും ഫീസ് അടയ്ക്കാം, വീണ്ടും ഓപ്ഷൻ കൊടുക്കാം. പക്ഷേ നിങ്ങളുടെ ഇപ്പോഴത്തെ സീറ്റ് നഷ്ടപ്പെടും, അതുപോലെ തന്നെ നിങ്ങളുടെ പൈസയും നഷ്ടപ്പെടും. അതുകൊണ്ട് ആ രീതിയിൽ വേണം നിങ്ങൾ 2-ാം ഘട്ടത്തിനെ സെപ്റ്റംബർ 5 മുതൽ സമീപിക്കാൻ വേണ്ടിയിട്ട്. സാർ, ഇപ്പോൾ കേരളത്തിലൊരു ഗവൺമെൻറ് MBBS സീറ്റൊക്കെ സ്വപ്നം കാണുന്ന ഒരുപാട് തീർച്ചയായിട്ടും ഇപ്പം ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അതാത് സ്റ്റേറ്റിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ധാരാളമുണ്ട്. കൂടുതൽ പേരും അതുതന്നെയാണ്. അതെ. അപ്പോൾ തീർച്ചയായിട്ടും സാർ, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന അവരുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾക്ക് ഇനി വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ 3 കൂട്ടർ, അപ്പം ഓൾ ഇന്ത്യ അഡ്മിഷൻ എടുത്ത ഈ 3 കൂട്ടരും ഇവിടെയും ഒരു പ്രസക്തമായ ചോദ്യമാണ്. അതെ. അപ്പോൾ തീർച്ചയായിട്ടും അവരെങ്ങനെയാണ് ഇതിലെ ഓരോ ഘട്ടങ്ങളെയും സമീപിക്കേണ്ടതൊക്കെ? തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് ഈ ഓൾ ഇന്ത്യയിൽ നമ്മൾ മുമ്പ് പറഞ്ഞ 3 കൂട്ടരുണ്ട്. അഡ്മിഷൻ എടുത്തവരുണ്ട്, കിട്ടിയിട്ട് പോകാത്തവരുണ്ട്, ഒന്നും കിട്ടാത്തവരുണ്ട്. ഇവർ സ്റ്റേറ്റ് കൗൺസിലിങ്ങിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? ഇപ്പോൾ കേരളത്തിൻ്റെ ഈ ഘട്ടത്തിൽ വിളിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ MBBSഉം BDSഉം ഗവൺമെൻറ് മേഖലയും സ്വകാര്യ മേഖലയും. ഗവൺമെൻറ് മേഖലയിൽ MBBSന് 12 ഗവൺമെൻറ് കോളേജുകളുണ്ട്, 19 സ്വകാര്യ മെഡിക്കൽ കോളേജുകളുണ്ട്. അതുപോലെ തന്നെ BDSന് 6 ഗവൺമെൻറ് കോളേജുകളും 20 സെൽഫ് ഫിനാൻസിങ് കോളേജുകളും. ഇതിൽ ഇപ്പം ഏറ്റവും പ്രധാനം, ഈ അലോട്ട്മെൻറ്റ് തുടങ്ങിയ സമയത്ത് 19 സ്വകാര്യ മെഡിക്കൽ കോളേജിൽ 17 എണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശ്രീനാരായണയും കരുണയും ഇല്ലായിരുന്നു. ശ്രീനാരായണ കഴിഞ്ഞ ദിവസം വന്നു, കരുണ ഇന്നാണ് വന്നത്. അപ്പോൾ ഈ 2 കോളേജുകളും ഓപ്ഷനിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ ദയവായിട്ട് 27-ാം തീയതി വൈകുന്നേരം 11:59 ചേർക്കുകയും ചെയ്യണം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം.
കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ 19 കോളേജുകളും ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. ആരെങ്കിലും അത് കൊടുക്കാത്തവരുണ്ടെങ്കിൽ 27-ാം തീയതിക്കുള്ളിൽ അവരുടെ പ്രിഫറൻസ് ഓർഡർ അനുസരിച്ച് ശ്രീനാരായണയും കരുണയും, ഇനി അതിൻ്റെ NRI സീറ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ അതും ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഒന്നും കൂടെ എടുത്തു പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇനി ഇവർക്ക് ഒരിക്കലും സ്ട്രേ വേക്കൻസിയിലല്ലാതെ ഈ ഓപ്ഷൻസ് വെക്കാൻ ഒരു അവസരം വരില്ല. ഒന്നും കിട്ടാത്ത സാഹചര്യത്തിലാണെങ്കിലും സെൽഫ് ഫിനാൻസിങ് മേഖലയാണെങ്കിലും വേണമായിരുന്നെങ്കിൽ ഈ നാളെ വൈകുന്നേരം 11:59 മുമ്പിൽ ഓപ്ഷൻ വെച്ചോണം. MBBS കിട്ടാത്ത സാഹചര്യത്തിൽ BDS ആണ് വേണ്ടതെങ്കിൽ നാളെ വൈകുന്നേരത്തിനുള്ള ഓപ്ഷൻ വെച്ചോണം. ഗവൺമെൻറ് മേഖലയല്ല സ്വകാര്യ മേഖലയിലാണെങ്കിലും എനിക്കൊരു അഡ്മിഷൻ മതിയായിരുന്നെങ്കിൽ നാളെ വൈകുന്നേരം വെച്ചോണം. രണ്ടാം ഘട്ടത്തിലോ മൂന്നാം ഘട്ടത്തിലോ ഈ പറഞ്ഞ കോളേജുകൾ നിങ്ങളുടെ ഓപ്ഷനിൽ ചേർക്കാൻ ഒരു അവസരം തരില്ല. നാലാം ഘട്ടത്തിൽ സ്ട്രേ വേക്കൻസിയിൽ കുറച്ച് വേക്കൻസികൾ ഇപ്പോൾ ഉള്ള ഈ 4000 വേക്കൻസിയിൽ ഒരു 10-20 എണ്ണം മാത്രമേ നാലാം ഘട്ടത്തിൽ വരികയുള്ളൂ. അപ്പോൾ നോക്കുക, 4000 MBBS സീറ്റിൽ നിന്ന് അവസാന ഘട്ടത്തിൽ വേക്കൻസി വരാൻ പോകുന്നത് 20-25 സീറ്റുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും. പുതിയ മെഡിക്കൽ കോളേജ് വന്നാൽ ചിലപ്പോൾ കൂടുതലായിട്ട് സീറ്റുകൾ വരും. അപ്പം എത്രത്തോളം പ്രാധാന്യമുണ്ട് ആദ്യത്തെ റൗണ്ടിൽ വെക്കണം എന്നുള്ളത് ഓർത്തുകൊള്ളുക. ഈ രീതിയിലാണ് നമ്മൾ കേരളത്തിൽ ഓപ്ഷൻ കൊടുക്കേണ്ടത്. അതിലിപ്പം ഓൾ ഇന്ത്യ കോട്ടയിൽ ഒരു അഡ്മിഷൻ എടുത്തവരെന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇപ്പോൾ ഓൾ ഇന്ത്യ കോട്ടയിൽ നിങ്ങൾ ആ കോളേജിൽ പോയി കണ്ടു, അവിടുത്തെ സൗകര്യങ്ങൾ മനസ്സിലാക്കി, എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലാക്കി. ഇനി നിങ്ങൾക്ക് ആ നിൽക്കുന്ന കോളേജിനേക്കാളും താല്പര്യമുള്ള കേരളത്തിലെ ഗവൺമെൻറ് കോളേജ് ഓപ്ഷൻ വെക്കാം. ഇവിടെ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിച്ച്, കേരളത്തിലൊരു അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിച്ച് നിങ്ങളുടെ ഓൾ ഇന്ത്യ കോട്ടയുടെ അഡ്മിഷൻ പോവില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ TC എല്ലാം മേടിച്ച് ഇവിടെ വന്ന് ചേർന്നാൽ മാത്രമേ നിങ്ങളുടെ ഓൾ ഇന്ത്യ കോട്ട സീറ്റ് പോവുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ വെച്ചു എന്ന് വിചാരിച്ച് നിങ്ങളുടെ ഓൾ ഇന്ത്യയുടെ നഷ്ടപ്പെടുന്നില്ല. ഇവിടെ അലോട്ട്മെൻറ്റ് വന്നാലും നിങ്ങളുടെ ഓൾ ഇന്ത്യ നഷ്ടപ്പെടില്ല. പക്ഷേ ഇങ്ങോട്ട് വരണമെങ്കിൽ നിങ്ങൾ അവിടുന്ന് TC എല്ലാം മേടിച്ച് കേരളത്തിൽ വന്ന് ചേരാം. എന്നിട്ട് നിങ്ങൾക്ക് വീണ്ടും ഓൾ ഇന്ത്യയുടെ രണ്ടാമത്തെ റൗണ്ടിൽ വീണ്ടും പങ്കെടുക്കുകയും ചെയ്യാം. ഓൾ ഇന്ത്യ കിട്ടിയവർ ഇവിടെ ഓപ്ഷൻ കൊടുക്കുന്നു, ഇവിടെ കിട്ടുന്നു, അവർ അവിടെ ഓൾ ഇന്ത്യയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് എല്ലാം മേടിച്ച് ഇവിടെ വന്ന് ചേരുന്നു. വീണ്ടും ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് റൗണ്ടിൽ പുതിയതായിട്ട് അവർക്ക് ഏറ്റവും താല്പര്യമുള്ളത് ഓപ്ഷൻ കൊടുക്കുകയും ചെയ്യാം. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് പോകാത്ത കൂട്ടരുണ്ടല്ലോ, ഓൾ ഇന്ത്യ കോട്ടയിൽ നമ്മൾ ഫ്രീ എക്സിറ്റ് എടുത്തവർ. അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഓൾ ഇന്ത്യ കോട്ടയിൽ എടുക്കാത്തത് 2 കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. ഒന്ന്, ദൂരം കൊണ്ട് പോകുന്നില്ല. പിന്നെ രണ്ടാമത്തേത് കേരളത്തിലൊരു സാധ്യത മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നവരായിരിക്കും. കേരളത്തിൽ മാക്സിമം ഓപ്ഷൻ കൊടുക്കുക. ഒന്നും കിട്ടാത്ത മൂന്നാമത്തെ കൂട്ടരും കേരളത്തിൻ്റെ ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും മാക്സിമം ഓപ്ഷൻ ഇപ്പോൾ കൊടുക്കുക. ഈ പറയുന്ന ഓരോ ഓപ്ഷനുകളും നിങ്ങൾക്ക് ഇനി രണ്ടാം ഘട്ടത്തിലോ മൂന്നാം ഘട്ടത്തിലോ വെക്കാനായിട്ട് അവസരം നൽകില്ല. NRI സീറ്റ് ആവാം. കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് MBBSലെല്ലാം NRI സീറ്റുകളുണ്ട്. BDSന് NRI സീറ്റുകളുണ്ട്. അതൊക്കെ വെക്കാൻ നാളെ വൈകുന്നേരം 11:59 വരെ മാത്രമേ അവസരമുള്ളൂ എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുക. സർ, ഇതുപോലെ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു അലോട്ട്മെൻറ്റ് വരാനിരിക്കുന്ന ഒരു സാഹചര്യം. അതെ, 29-ാം തീയതിയാണ് കേരളത്തിൻ്റെ MBBS BDS അലോട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ അത്തരമൊരു സാഹചര്യം മുന്നിൽ നിൽക്കെ ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഒരു MBBS സീറ്റ് ലഭിച്ചാൽ അതിലൊരു ഫ്രീ എക്സിറ്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? ഈ ഓൾ ഇന്ത്യ കോട്ടയിൽ നിന്ന് തികച്ചും വിഭിന്നമാണ് കേരളത്തിലെ അലോട്ട്മെൻറ്റ് രീതികൾ. ഓൾ ഇന്ത്യ കോട്ടയിൽ നമുക്കിപ്പോൾ 3 കൂട്ടരുണ്ടായിരുന്നു. അലോട്ട്മെൻറ്റ് എടുത്തവർ, വന്നിട്ടും എടുക്കാത്തവർ, ഒന്നും കിട്ടാത്തവരൊക്കെ. കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റിൽ ഒരു അലോട്ട്മെൻറ്റ് വന്നാൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കേരളത്തിൽ നിന്ന് ഔട്ടായി. ഫ്രീ എക്സിറ്റ് എന്നൊരു സംവിധാനം കേരള അലോട്ട്മെൻറ്റിൽ ഇല്ല. ഒന്നുകിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചു, നമ്മൾ നിശ്ചിത സെപ്റ്റംബർ 5-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. സെപ്റ്റംബർ 5-ാം തീയതിക്കുള്ളിൽ മുഴുവൻ പൈസയും അടച്ച് ആ കോളേജിൽ നിന്ന് അഡ്മിഷൻ എടുക്കാം. ആ സീറ്റ് ഉറപ്പായി. ഇനി കേരളത്തിലേ പോകുന്നേ ഇല്ല, എടുക്കണ്ട, അഡ്മിഷൻ എടുക്കണ്ട. കേരളത്തിൻ്റെ 1-ാം ഘട്ടത്തിൽ നിന്നും 2-ാം ഘട്ടത്തിൽ നിന്നും 3-ാം ഘട്ടത്തിൽ നിന്നും ഔട്ടായി. കേരളത്തിന് പിന്നെ 4-ാമത്തെ ഘട്ടത്തിൽ വേക്കൻസി ഉണ്ടെങ്കിൽ പങ്കെടുക്കാം, യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റിൽ വന്നാൽ ഒന്നുകിൽ അഡ്മിഷൻ എടുക്കുക, അവിടെ നിൽക്കുക, ഓൾ ഇന്ത്യയുടെ 2-ാം ഘട്ടത്തിൽ കിട്ടി അങ്ങോട്ട് പോകാം. ഇല്ലേ കേരളത്തിൻ്റെ 2-ാം ഘട്ടത്തിലോട്ട് പോകാം, കേരളത്തിൻ്റെ തന്നെ 3-ാം ഘട്ടത്തിലോട്ട് പോകാം, ഒരു കുഴപ്പവുമില്ല. അഡ്മിഷൻ എടുത്താൽ. എടുത്തില്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഔട്ടാകും. പിന്നെ ഓൾ ഇന്ത്യയുടെ സെക്കൻഡോ ഓൾ ഇന്ത്യയുടെ തേർഡോ മാത്രമേ നിങ്ങൾക്ക് സാധ്യതയുള്ളൂ. അത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇപ്പം നമുക്കിപ്പോൾ സെൽഫ് ഫിനാൻസിങ് MBBS വന്നത്. സെൽഫ് ഫിനാൻസിങ് MBBS ആണെങ്കിലും ചേർന്നോളുക. 2-ാം ഘട്ടത്തിലോ 3-ാം ഘട്ടത്തിലോ ഗവൺമെൻറ് തരത്തിലുള്ള MBBS കിട്ടുമോ എന്ന് നോക്കാം. BDSനാണ് വന്നത്, BDSന് ചേർന്നോളുക. MBBSോ ഗവൺമെൻറ് മേഖലകളിലെ MBBSോ ഗവൺമെൻറ് BDSോ സെൽഫ് ഫിനാൻസിങ് MBBSോ കിട്ടുമോ എന്ന് 2-ാം ഘട്ടത്തിലും 3-ാം ഘട്ടത്തിലും നോക്കാം. അതല്ല
സെൽഫ് ഫിനാൻസിങ് ആണ് കിട്ടിയതെന്ന് വിചാരിച്ച് ചേരാതിരുന്നിട്ട് അടുത്ത റൗണ്ട് ഗവൺമെൻറ് പരിഗണിക്കുമെന്ന് വിചാരിക്കരുത്. ചേർന്നാൽ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. BDS കിട്ടിയത്, BDSന് ഞാൻ പോകുന്നില്ല, MBBS ആണല്ലേ പോകുന്നുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ചേരുക എന്നുള്ളത് നിർബന്ധമാണ്. ചേർന്നാൽ രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും പരിഗണിക്കും. ചേർന്നില്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഔട്ടാകും. നാലാം ഘട്ടത്തിൽ സ്റ്റേ വേക്കൻസിയിൽ എവിടെയെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കുകയും ചെയ്യും. സാർ, ഇപ്പോൾ ഓൾ ഇന്ത്യ കോട്ടയിൽ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ടെമ്പററി ആയിട്ടൊരു സീറ്റ് കേരളത്തിൽ കിട്ടുകയും ചെയ്തു. അതെ, കിട്ടുകയും ചെയ്തു. അപ്പോൾ ടെമ്പററി ആയിട്ടൊരു സീറ്റ് എടുത്തിട്ട് അതിൻ്റെ മുന്നോട്ടുള്ള യാത്ര എങ്ങനെയായിരിക്കും? ഇപ്പം കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ടെമ്പററി ആയിട്ടൊരു അഡ്മിഷൻ ഇല്ല. ഒറിജിനൽ അഡ്മിഷൻ തന്നെ എടുക്കുന്നു. മുഴുവൻ ഫീസും അടച്ച് അഡ്മിഷൻ എടുക്കുന്നു. അവർക്ക് കേരളത്തിൻ്റെ തന്നെ സെക്കൻഡിലോട്ട് കിട്ടിയാൽ മാറാം, ഓൾ ഇന്ത്യയുടെ സെക്കൻഡിലോട്ട് കിട്ടിയാൽ മാറാം. ഒരു നിയമ തടസ്സവുമില്ല. പക്ഷേ ടെമ്പററി ആയിട്ട് കുറച്ച് പൈസ അടച്ച് അഡ്മിഷൻ എടുക്കുക, അല്ലെ ഫീസ് മാത്രം ഓൺലൈനായിട്ട് അടയ്ക്കുക, അങ്ങനെ ഒരു സംവിധാനം കേരളത്തിലില്ല. ഗവൺമെൻറ് ആണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും മുഴുവൻ സർട്ടിഫിക്കറ്റുകളും കൊണ്ട് കൊടുത്ത് അവിടുത്തെ മുഴുവൻ ഫീസും അടച്ച്, ട്യൂഷൻ ഫീസ് മുഴുവൻ അടച്ച്, അവിടുത്തെ സ്പെഷ്യൽ ഫീസ് ഉണ്ടെങ്കിൽ അതും അടച്ച് അവിടെ അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ് രീതി. അടുത്ത ഹയർ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാറാം, അതിന് തടസ്സമൊന്നുമില്ല. ഇപ്പം ഗവൺമെൻറ് മേഖലയാണെങ്കിൽ നമുക്കറിയാം 23,520 രൂപയാണ് ഗവൺമെൻറ് MBBSൻ്റെ ഫീസ്. ഇവർ രജിസ്ട്രേഷൻ രീതിയിൽ 5,000 രൂപയാണ് അടച്ചിരിക്കുന്നത് കേരളത്തിൽ. അപ്പോൾ കേരളത്തിൽ ഒരു ഗവൺമെൻറ് MBBS സീറ്റാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ 29-ാം തീയതി അലോട്ട്മെൻറ്റ് വരുമ്പോൾ ബാക്കിയുള്ള 18,520 രൂപ എൻട്രൻസ് കമ്മീഷണർക്ക് ഓൺലൈനായിട്ട് അടയ്ക്കണം. അപ്പോൾ MBBSൻ്റെ ഫീസായി. എന്നിട്ട് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് സെപ്റ്റംബർ 5-ാം തീയതിക്കുള്ളിൽ ആ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ചെന്ന് അവിടെ ചെന്ന് അഡ്മിഷൻ എടുക്കുകയും ബാക്കിയുള്ള ഒരു 10,000 രൂപ അഡീഷണൽ ഫീസുകളുണ്ട്, കോഷൻ ഡിപ്പോസിറ്റും ലൈബ്രറി ഫീൽ, അതും അടച്ച് അഡ്മിഷൻ പൂർണ്ണമായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഇപ്പം വില്ലിങ്നെസ് എന്ന് ചോദിക്കും, അങ്ങനെയൊന്നുമില്ല. അടുത്ത കേരളത്തിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്ത് കിട്ടുവാണെങ്കിൽ മാറാം. ഇനി ഓൾ ഇന്ത്യ കിട്ടുവാണെങ്കിൽ അങ്ങോട്ടും മാറാം. പക്ഷേ കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ എടുക്കുമ്പം അടുത്തതിൽ എനിക്ക് അങ്ങോട്ട് കിട്ടിയാൽ മാറും, എനിക്ക് ഇങ്ങോട്ട് കിട്ടിയാൽ മാറാം, അങ്ങനെയൊന്നുമില്ല. അഡ്മിഷൻ എടുത്തു, ഇനി കിട്ടിയാൽ മാറാം, അതാണ് എൻ്റെ രീതി. ഇനി സെൽഫ് ഫിനാൻസിങ് MBBS സീറ്റാണ് കിട്ടിയെന്ന് വിചാരിക്കുക. നമ്മൾ 5,000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് അടച്ചിരിക്കുന്നത്. 29-ാം തീയതി സെൽഫ് ഫിനാൻസിങ് MBBSന് അഡ്മിഷൻ കിട്ടുമ്പോൾ ബാക്കിയുള്ള 95,000 രൂപ എൻട്രൻസ് കമ്മീഷണർക്ക് അടയ്ക്കുക. അപ്പോൾ 1,00,000 രൂപയായി. എൻട്രൻസ് കമ്മീഷണർക്ക് ആദ്യത്തെ 5,000 പിന്നുള്ള 95,000 കൂടെ കൂട്ടി 1,00,000 രൂപ എൻട്രൻസ് കമ്മീഷണർക്ക് അടച്ചു. ബാക്കിയുള്ള 8,00,000 രൂപയിൽ 7,00,000 രൂപ കോളേജിൻ്റെ അക്കൗണ്ട് നമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. കോളേജിൻ്റെ അക്കൗണ്ട് നമ്പർ അതാത് കോളേജുകളുടെ വെബ്സൈറ്റിലുണ്ട്. ഒന്നെങ്കിൽ ആ കോളേജിൻ്റെ പേരിൽ DD ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ആ കോളേജിൻ്റെ അക്കൗണ്ടിലേക്ക് നെഫ്റ്റ് ഫണ്ട് ട്രാൻസ്ഫറോ RTGS ഒക്കെ ചെയ്യുക. അവിടെ ബാക്കിയായിട്ട് നമ്മൾ അടയ്ക്കേണ്ട ഒരു സ്പെഷ്യൽ ഫീസ് ഉണ്ട്. 80,000 ആയിരിക്കാം, 1,00,000 ആയിരിക്കാം, 1,20,000 ആയിരിക്കാം, 2,00,000 ആയിരിക്കാം, 3,00,000 ആയിരിക്കാം. പല കോളേജിൽ പല എമൗണ്ടാണ്. ആ അവർ പറയുന്ന എമൗണ്ട് അവരുടെ മറ്റൊരു അക്കൗണ്ടിലോട്ട് അതും ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ടാണ് ആ റെസിപ്റ്റുമായിട്ടാണ് നമ്മൾ സെപ്റ്റംബർ 5-ാം തീയതിക്കുള്ളിൽ സെൽഫ് ഫിനാൻസിങ്ങിൽ ചെന്ന് ചേരുന്നത്. അവിടെയും അതുപോലെ തന്നെയാണ്. രണ്ടാം ഘട്ടത്തിൽ മൂന്നാം ഘട്ടത്തിലൊക്കെ ബാക്കി കിട്ടിക്കഴിഞ്ഞാൽ ഈ മുഴുവൻ തുകയും നമുക്ക് തിരിച്ചു തരും. എന്നിട്ട് ആ എൻട്രൻസ് കമ്മീഷൻ അടച്ചിരിക്കുന്ന 1,00,000 അവിടെ തന്നെ കിടക്കും. അത് അടുത്ത ഘട്ടങ്ങളിലോട്ട് തന്നെ മാറിക്കോളും. കോളേജിൽ അടച്ച തുക നമ്മൾ തിരിച്ച് നമ്മുടെ അക്കൗണ്ടിൽ മേടിച്ചിട്ട് വേണം രണ്ടാം ഘട്ടത്തിൽ പുതിയ കോളേജിൽ ചെന്ന് ചേരാൻ. അപ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടുള്ളതല്ലേ? എന്നാൽ രണ്ടാം ഘട്ടത്തിൽ മാത്രം ചേർന്നാൽ പോരെന്ന് ചോദിക്കാം. അത് പോരാ, ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ മുഴുവൻ പൈസയും അടച്ച് ചേരണം. സർ, അങ്ങനെയെങ്കിൽ ഒരു NRI സീറ്റിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളൊക്കെ എത്ര രൂപ ഫീസ് അടയ്ക്കും? ഇപ്പം ഈ അലോട്ട്മെൻറ്റിൽ തന്നെ NRI സീറ്റിലോട്ടും അലോട്ട്മെൻ്റ് ഉണ്ട്. അപ്പം കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് MBBSന് 20,88,000 രൂപയായിരുന്നു കഴിഞ്ഞ വർഷത്തെ NRIയുടെ ഫീസ്. ഈ വർഷത്തെ ഫീസ് ഘടന നിലവിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ ആദ്യ ഘട്ടത്തിൽ NRI MBBS സീറ്റിന് കിട്ടിയാൽ മൊത്തം അടയ്ക്കേണ്ട തുക 20,88,000 രൂപ. നമ്മൾ ആകെ രജിസ്ട്രേഷൻ അടച്ചിരിക്കുന്ന 5,000 രൂപ. 29-ാം തീയതി നമുക്കൊരു NRI MBBS സീറ്റാണ് കിട്ടുന്നതെങ്കിൽ 4,95,000 രൂപ എൻട്രൻസ് കമ്മീഷൻ്റെ പേരിൽ അടയ്ക്കണം. അത് അക്കൗണ്ട് വഴി അടയ്ക്കാൻ പറ്റില്ല, കാർഡ് വെച്ചിട്ട് അടയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ ക്യാഷ് ആയിട്ട് സൈറ്റിൽ നിന്ന് കിട്ടുന്ന ചെല്ലാൻ ഉപയോഗിച്ചിട്ട് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ അടയ്ക്കാം. അപ്പോൾ എൻട്രൻസ് കമ്മീഷനൊക്കെ എത്ര രൂപയായി? 5,00,000 രൂപ അടച്ചു. ബാക്കിയുള്ള 15,88,000 രൂപ കോളേജിൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. സ്പെഷ്യൽ ഫീസ് ഇനത്തിൽ അവർ എത്രയാണോ എമൗണ്ട് പറയുന്നത് അതും കോളേജിൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെയാണ് NRIക്ക് അഡ്മിഷൻ എടുക്കുന്നത്. തൊട്ടടുത്ത റൗണ്ടിൽ, രണ്ടാമത്തെ റൗണ്ടിൽ അല്ലെ മൂന്നാമത്തെ റൗണ്ടിൽ നമുക്ക് 8,00,000 സീറ്റ് കിട്ടിയാൽ, അല്ലെ ഗവൺമെൻറ് സീറ്റ് കിട്ടിയാൽ ഈ പൈസ മുഴുവൻ തിരിച്ച് നമ്മുടെ അക്കൗണ്ടിൽ വരും.
നമുക്കൊരു പൈസയും നഷ്ടപ്പെടില്ല. എൻട്രൻസ് കമ്മീഷൻ പേരിൽ അടച്ചിരിക്കുന്ന 5 ലക്ഷത്തിൽ അവർ 1 ലക്ഷം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 4 ലക്ഷം രൂപ അടുത്ത ജനുവരി ആകുമ്പം നമ്മുടെ അക്കൗണ്ടിലോട്ട് മാറ്റി തന്നോളും. അതുകൊണ്ട് ഫീസ് അടയ്ക്കുന്നതിൽ നിങ്ങൾ യാതൊരു തരത്തിലും ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട. പക്ഷേ NRI സീറ്റ് ആണെങ്കിലും ഇത് NRI സീറ്റ് അല്ല, ഇപ്പം ഞാൻ ഫീസ് അടയ്ക്കുന്നില്ല, അടുത്ത ഘട്ടത്തിൽ മെറിറ്റ് കിട്ടിയാലേ ഫീസ് അടയ്ക്കുന്നുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. NRI സീറ്റ് നിങ്ങൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, NRI സീറ്റാണ് അലോട്ട് ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായും ഫീസ് അടച്ച് ചേർന്നില്ലെങ്കിൽ ഇനി കേരള അലോട്ട്മെൻറ്റിൽ താങ്കളെ പരിഗണിക്കുന്നതല്ല. സർ, അതുപോലെ തന്നെ ഫീസിൽ ഇളവ് അല്ലെങ്കിൽ ഫീസ് അടയ്ക്കേണ്ടാത്ത ആളുകളുണ്ടല്ലോ, ഇപ്പോൾ SC ST OEC കാറ്റഗറി വിഭാഗത്തിലുള്ളവർ, അപ്പോൾ അവർ എങ്ങനെയാണ് ഇതിനെ സമീപിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം കുറേ അധികം വിഭാഗങ്ങളെ ട്യൂഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിലും ബാക്ക്വേർഡ് ക്രിസ്ത്യൻ വിഭാഗത്തിലും ഒക്കെ OEC കാറ്റഗറി ഉണ്ട്. അപ്പം EC എന്ന എലിജിബിലിറ്റി ഉണ്ടാവുകയും നമ്മളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ കാണുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഓപ്ഷനകത്ത് നേരെ 500 രൂപ എന്ന് മാത്രം എഴുതിയവർക്ക്, ബാക്കിയുള്ളവർക്കെല്ലാം ഗവൺമെൻറ് ഫീസാണെങ്കിൽ 23,500 എന്നും അല്ലെങ്കിൽ 8 ലക്ഷം എന്നും 7 ലക്ഷം എന്നും ഒക്കെ എഴുതിയ സ്ഥാനത്ത് ഫീസ് അടയ്ക്കേണ്ടാത്ത വിഭാഗമാണെങ്കിൽ 500 എന്ന് മാത്രമേ കാണുള്ളൂ. അപ്പോൾ അവർക്ക് ഫീസ് അടയ്ക്കേണ്ടെന്ന അർത്ഥം. അങ്ങനെ 500 രൂപ എന്ന് കാണുന്നവരിലെല്ലാം OEC ആണ്, ധീവരയാണ്, രജിസ്റ്റേർഡ് ഫിഷർമാനാണ്, SC ആണ്, ST വിഭാഗമാണ്. ഇതിൽ ഏതെങ്കിലും ഉള്ളവർക്കാണ് ഈ ആനുകൂല്യം. അപ്പോൾ അവർ രജിസ്ട്രേഷൻ തന്നെ 500 രൂപ അടച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി അലോട്ട്മെൻറ്റ് വരുമ്പോൾ എൻട്രൻസ് കമ്മീഷണർക്ക് ഒന്നും അടയ്ക്കണ്ട. ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും MBBS ആണെങ്കിലും BDS ആണെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിക്കാർ OEC, അതുപോലെ തന്നെ ധീവര, രജിസ്റ്റേർഡ് ഫിഷർമാൻ, SC വിഭാഗം, ST വിഭാഗം എന്നിവർ 1 രൂപ പോലും പിന്നീട് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ എൻട്രൻസ് കമ്മീഷണർക്ക് അടയ്ക്കേണ്ടതായിട്ടില്ല. നേരെ മറിച്ച് നമ്മൾ കോളേജിൽ ചെല്ലുമ്പോൾ ട്യൂഷൻ ഫീസ് ഇനത്തിൽ നമ്മൾ 1 രൂപയും അടയ്ക്കേണ്ടതായിട്ടില്ല. എന്നാൽ അവിടെ സ്പെഷ്യൽ ഫീസ് ഇനത്തിൽ നമ്മൾ അവർ പറയുന്ന തുക 80,000 ആയിരിക്കാം, 1 ആയിരിക്കാം, 2 ആയിരിക്കാം, 3 ആയിരിക്കാം, എത്രയാണോ അവർ പറയുന്നത് ആ തുക അവർ അടക്കണം. ഗവൺമെൻറ് MBBS ആണെങ്കിൽ 10,000 രൂപ അവർ അടയ്ക്കാൻ ഗവൺമെൻറ് കോളേജുകളിൽ 10,000 രൂപ അടയ്ക്കുകയും ചെയ്യണം. എന്നാൽ ഇതേ വിഭാഗത്തിന് മൈനോറിറ്റി എന്ന സീറ്റിലാണെങ്കിൽ, NRI എന്ന സീറ്റിലാണെങ്കിൽ ഫീസ് ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. മറ്റുള്ള കുട്ടികൾ അടയ്ക്കുന്നത് പോലെ തന്നെ മൈനോറിറ്റിയിലും NRIയിലുമാണ് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ അത് ഇവർ ചോയ്സ് വെച്ചിട്ടാണ്. ഇവർക്ക് ഫീസ് കൊടുക്കാമെന്നുള്ളത് കൊണ്ടാണ് ഇവർ മൈനോറിറ്റി സീറ്റും NRI സീറ്റും വെച്ചത്. ആ സീറ്റിൽ ആണ് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ മറ്റുള്ള കുട്ടികൾ അടയ്ക്കുന്നത് പോലെ മുഴുവൻ തുകയും അഡ്മിഷൻ സമയത്ത് തന്നെ അടയ്ക്കേണ്ടി വരും. പിന്നീട് മെറിറ്റ് സീറ്റിലോട്ട് മാറിയാൽ, ഫീസ് ഇല്ലാത്ത ഘട്ടത്തിലോട്ട് മാറിയാൽ ഈ മുഴുവൻ തുകയും തിരികെ ലഭിക്കുന്നതുമായിരിക്കും. അതല്ലാതെ ഈ വിഭാഗക്കാർ മുഴുവൻ തുകയും ആദ്യം അടച്ചിട്ട് പിന്നീട് തിരിച്ചു കിട്ടുന്ന രീതിയല്ല. ഫീസ് അടയ്ക്കുകയേ വേണ്ട. സാർ, ഇപ്പോൾ നമ്മുടെ ഓൾ ഇന്ത്യ തലത്തിൽ നമ്മൾ ആദ്യ അലോട്ട്മെൻറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഏത് റാങ്ക് വരെ അല്ലെങ്കിൽ ഏത് സ്കോർ വരെയുള്ളവർക്കാണ് അഡ്മിഷൻ ലഭിച്ചത്? ഇനി എത്ര വരെ പോകാനുള്ള സാധ്യതകൾ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഏറ്റവും അധികം ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരുന്നത് 2024 ഇപ്പം മാർക്കിൻ്റെയൊക്കെ ഇത്ര വലിയൊരു വ്യതിയാനം ഉണ്ടായപ്പോൾ ഏത് റാങ്ക് വരെ അല്ലെ ഏത് മാർക്ക് വരെയൊക്കെയാണ് പ്രവേശനം ലഭിക്കാനുള്ള സാധ്യത, ഇന്ത്യയിൽ എവിടെയെങ്കിലും ഗവൺമെൻറ് MBBS സീറ്റാണ് എല്ലാവരുടെയും ആഗ്രഹം, അത് ഏതുവരെയൊക്കെ പ്രതീക്ഷിക്കാമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുമോ എന്നുള്ളതായിരുന്നു. ആദ്യഘട്ടം അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചപ്പം നമുക്ക് പ്രതീക്ഷിച്ചതുപോലെ ഏതാണ്ട് 19,600 ഓൾ ഇന്ത്യ റാങ്ക് വരെ 660 മാർക്ക് വരെയുള്ളവർക്കാണ് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് MBBS സീറ്റ് ജനറൽ വിഭാഗത്തിന് കിട്ടിയിരിക്കുന്നത്. OBC വിഭാഗമാകുമ്പോൾ 20,000, EWS വിഭാഗം 23,000 ഒക്കെ ഫസ്റ്റ് അഡ്മിഷനിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുള്ളത്, 37 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ. കർണാടകത്തിൽ 24 മെഡിക്കൽ കോളേജുകൾ. ഈ കോളേജുകൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മുഴുവൻ കുട്ടികളും ഈ ഓൾ ഇന്ത്യ കോട്ടയിൽ മുഴുവൻ പ്രവേശനം നേടിയിട്ടുണ്ട്. 1,500 കുട്ടികളും ബുർലിനിൽ നിന്നുള്ളവർ ആദ്യഘട്ടത്തിൽ തന്നെ പ്രവേശനം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു MBBSന്, ഗവൺമെൻറ് MBBS സീറ്റിന്. അപ്പം കേരളത്തിലെയും കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും തെലുങ്കാനയിലെയും മുഴുവൻ ഓൾ ഇന്ത്യ കോട്ട സീറ്റിലും നമ്മുടെ കുട്ടികൾ പ്രവേശനം നേടിക്കഴിഞ്ഞു. അപ്പോൾ ഇവരിനി കേരള അലോട്ട്മെൻറ്റിലോട്ട് മാറാനുള്ളവരാണ്. ഒരു 1000-ഓളം പേര് തിരിച്ച് കേരള അലോട്ട്മെൻറ്റിലോട്ട് മാറാനുള്ളവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓൾ ഇന്ത്യ കോട്ടയുടെ സെക്കൻഡ് റൗണ്ടിലും തേർഡ് റൗണ്ടിലും ഒക്കെ ഒരു വലിയ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് റൗണ്ട് പബ്ലിഷ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ വർഷത്തെ കൃത്യമായിട്ടൊരു സാഹചര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വളരെ ഒരു കുറവുണ്ടാകുമെന്നുള്ള ഒരു സാഹചര്യം ഇല്ല. പലർക്കും പേടി അതായിരുന്നല്ലോ, ഈ എത്രത്തോളം കുറഞ്ഞു പോകും എന്നുള്ളതായിരുന്നു. പക്ഷേ ആദ്യ റൗണ്ടിൽ തന്നെ 19,000 വരെ എത്തിയിട്ടുണ്ട്. ഈവൻ നാഗാലാൻഡ് ആണെങ്കിൽ പോലും 19,600 വരെയുള്ളവർക്ക് ഗവൺമെൻറ് MBBS സീറ്റ് വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം തമിഴ്നാട് വന്നിരിക്കുന്ന ഏതാണ്ട് 13,000 ഓൾ ഇന്ത്യ റാങ്ക് വരെയാണ്. അത് തീർച്ചയായിട്ടും അടുത്ത ഘട്ടത്തിൽ 18,000 റാങ്ക് വരെ ആകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്.
കർണാടക ഇപ്പോൾ വന്നിരിക്കുന്നത് 16,000 റാങ്ക് വരെയാണ്. അത് 20,000 റാങ്ക് കഴിഞ്ഞ് 21,000 റാങ്ക് ഒക്കെ കഴിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് അടുത്ത ഘട്ടത്തിൽ തന്നെ. ആന്ധ്ര തെലങ്കാന എന്താണെങ്കിലും 22,000 റാങ്ക് കഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ കഴിഞ്ഞ വർഷത്തെ അനുസരിച്ചുള്ള ആ കോളേജുകൾ ലഭിച്ചില്ലെങ്കിൽ പോലും റാങ്കിങ് കഴിഞ്ഞ തവണത്തെ അടിസ്ഥാനത്തിൽ തന്നെ 2ാം ഘട്ടത്തിൽ വരാനുള്ള എല്ലാ സാധ്യതകളും നമുക്ക് മുമ്പിലുണ്ട്. അതനുസരിച്ച് മാത്രം നമ്മൾ കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ് MBBS വെക്കണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിച്ചാൽ മതി. ഏതെങ്കിലും ഒരു 20,000 ഓൾ ഇന്ത്യ റാങ്ക് എങ്കിലും ഉണ്ടെങ്കിൽ, നിലവിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് MBBS സീറ്റാണ് വേണ്ടതെങ്കിൽ കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ് MBBS വെക്കേണ്ട സാഹചര്യമില്ല. ഓൾ ഇന്ത്യ റാങ്ക് 20,000 വരെയുള്ളവർ. 20,000-ന് അപ്പുറത്തുള്ളവർക്ക് നിങ്ങൾക്ക് ഏത് സ്റ്റേറ്റ് വരെ പോകുമെന്നനുസരിച്ച് നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ് MBBS സീറ്റ് വെച്ചാൽ മതി. 2ാമത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് സെപ്റ്റംബർ 13 ഓൾ ഇന്ത്യ കോട്ട വരുന്നതനുസരിച്ച് സെൽഫ് ഫിനാൻസിങ് MBBS നിന്ന് മാറി നിൽക്കുകയും വേണമെങ്കിൽ ചെയ്യുകയും ചെയ്യാം. 20,000 റാങ്ക് വരെയുള്ളവർ 100% നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ് വെക്കണ്ട. അത് കഴിഞ്ഞിട്ടുള്ളവർ വെക്കണം എന്നല്ല. അത് കഴിഞ്ഞിട്ടുള്ളവർക്കാണെങ്കിൽ ആന്ധ്ര, തെലങ്കാന, ആസാം, ത്രിപുര, ആൻഡമാൻ, വെസ്റ്റ് ബംഗാൾ പോലെയുള്ള കോളേജുകളിലൊക്കെ 23,000 റാങ്ക് വരെയൊക്കെ എന്താണെങ്കിലും എത്തും. ഏറ്റവും അവസാനം പോകുന്ന കോളേജുകൾ, ഈവൻ നാഗാലാൻഡ് പോലുള്ള കോളേജുകൾ തീർച്ചയായിട്ടും 24,000 റേഞ്ച് കഴിഞ്ഞ് പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അപ്പം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന രീതിയിൽ തന്നെയാണ് അലോട്ട്മെൻറ്റുകൾ പോകുന്നത്. പിന്നെ തമിഴ്നാട്ടിലെ കോളേജുകൾ നമ്മുടെ കുട്ടികൾ മുഴുവൻ തമിഴ്നാട്ടിലെ ഓൾ ഇന്ത്യ കോട്ട വഴി സീറ്റ് എടുത്തത് കൊണ്ടാണ് അത് 13,000 വരെ വന്ന് നിന്നതെന്നുള്ളത് മാത്രം ഓർത്താൽ മതിയാകും. ഏതാണ്ട് 24,000 വരെയുള്ളവർക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് MBBS സീറ്റ് വരാനുള്ള സാഹചര്യം തന്നെയാണ് നിലവിൽ ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ശിവൻ സാറിനൊപ്പം ഈ ഒരു പ്രോഗ്രാമിൽ ശിവൻ സാറ് പ്രധാനമായും പങ്കുവെച്ചത് 3 ആളുകളെക്കുറിച്ചാണ്, 3 തരത്തിലുള്ള ആളുകളെക്കുറിച്ചാണ്. ഒന്ന്, സീറ്റ് ലഭിച്ചവരെന്ത് ചെയ്യണം, അതുപോലെ സീറ്റ് ലഭിച്ചിട്ടും മറ്റൊരു സീറ്റിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെന്ത് ചെയ്യണം, ഇതുവരെ സീറ്റൊന്നും ലഭിക്കാത്ത കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ശിവൻ സാർ ഈ പ്രോഗ്രാമിലുടനീളം പരാമർശിച്ചു. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഈ നീറ്റ് 2024 വേണ്ടിയിട്ട് എത്രയോ വർഷമായിട്ട് കഠിന പ്രയത്നം ചെയ്ത് നമ്മുടെ വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷിതാക്കൾക്കൊക്കെ എന്തൊരു സന്തോഷമായിരിക്കും. കാരണം അവരാഗ്രഹിച്ച ഒരു കോളേജ് അലോട്ട് ചെയ്ത് കിട്ടുന്നു. അതിൽ ഭൂരിഭാഗം പേരും ഇത് ആ കോളേജുകളിലോട്ട് പോവുകയാണ്. എയിംസ് ഡൽഹിയുടെ കവാടം കടന്ന് ശ്രീനന്ദും ഒക്കെ കടന്നു ചെല്ലുന്ന കാഴ്ച. ജിപ്മറിലോട്ട് ഞാൻ പറഞ്ഞില്ല, 36 പേരാണ് ജിപ്മറിലോട്ട് പോകുന്നത്. 150 പേരാണ് എയിംസുകളിലോട്ട് പോകുന്നത്. 1,500ഓളം പേരാണ് വിവിധ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലോട്ട് പോകുന്നത്. അപ്പം അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു മനോഹര ദൃശ്യം ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഒക്കെ ആയിട്ട് തങ്ങളുടെ പേരൻസിൻ്റെ കൂടെ കോളേജുകളിൽ ചെല്ലുന്ന അഡ്മിഷൻ എടുക്കുന്ന പ്രോസസ്സിലോട്ടൊക്കെ അവർ പോകുന്നു. ഒപ്പം ഇനിയുള്ള ഇപ്പോൾ എയിംസൊക്കെ ആണെങ്കിലും ജിപ്മർ ആണെങ്കിലും, ഡൽഹി എയിംസ് ആണെങ്കിലും ജിപ്മറൊക്കെ ആണെങ്കിലും അവരുടെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകളൊക്കെ തുടങ്ങുന്ന സമയമാണ്. അതുപോലെ വൈറ്റ് കോട്ട് സെറമണികളുടെ സമയമാണ് ഇനി ഓരോ കോളേജുകളിലും. അപ്പോൾ എല്ലാത്തിലും നിങ്ങളുടെ ജീവിതയാത്രയിൽ എല്ലാം ആ ഒരു കോളേജ് അഡ്മിഷനും ആ ഒരു ഗ്രാജുവേഷനും ഒക്കെ ഏറ്റവും ഐശ്വര്യമാകട്ടെ, നിങ്ങളുടെ കുടുംബത്തിനും നാട്ടിനും ഒക്കെ ഒരു ഐശ്വര്യമായിട്ട് വരട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയും എൻ്റയർ ബ്രില്യൻ്റ് ഫാമിലിയുടെ പ്രാർത്ഥനകളും ആശംസകളും നിങ്ങളോടൊപ്പം നൽകുകയും ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ ശിവൻ സാർ പറഞ്ഞ പോലെ ബ്രില്യൻ്റ് ഫാമിലിക്ക് ഏറെ അഭിമാനം തീർച്ചയായിട്ടും ഒരു നിമിഷം തന്നെയാണത്. അപ്പോൾ ഇനി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറ്റൊന്നുമല്ല, നമ്മുടെ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. അത് ശിവൻ സാറിനൊപ്പം ഈ ഒരു പ്രോഗ്രാമും അതുപോലെ ശിവൻ സാർ നയിക്കുന്ന വിവിധ ലൈവുകളിലുമൊക്കെ ഏറ്റവും പ്രധാനമായി ഒരു MBBS സീറ്റ് ലഭിക്കാൻ വിദ്യാർത്ഥികൾ എന്തൊക്കെയാണ് ഇനിയുള്ള ഘട്ടങ്ങളിൽ ചെയ്യേണ്ടത് എന്നുള്ളത് ഏറ്റവും സിമ്പിളായിട്ടാണ് ശിവൻ സാർ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരുന്നത്. നമുക്കറിയാം, നമ്മുടെ ഒരു അശ്രദ്ധ മൂലം ഒരിക്കലും നമുക്ക് ലഭിക്കേണ്ട ഒരു സീറ്റ് നമുക്ക് ലഭിക്കാതെ പോകരുത്. അതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി ശിവൻ സാർ, ഇത്ര വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ശിവൻ സാറിനുള്ളത്. അപ്പോൾ അത് കൃത്യമായി പറഞ്ഞു തരിക എന്നുള്ള ഒരു ലക്ഷ്യവുമായി ഉറച്ച നിശ്ചയദാർഢ്യവുമായിട്ടാണ് ശിവൻ സാർ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരുന്ന ശിവൻ സാറിൻ്റെ ലൈവുകളിലും അതുപോലെ ഈ ശിവൻ സാറിനൊപ്പം ഈ ഒരു പ്രോഗ്രാമുകളുമൊക്കെ ഒരുപാട് പേരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റൊരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ പേരൻസിന് ഈ ഒരു പ്രോഗ്രാം ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ ഞങ്ങളെ ഇന്ന് കേട്ടുകൊണ്ടിരുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഹൃദയത്തിൽ നിറഞ്ഞു നന്ദി. നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.